ഫ്രഞ്ച് ഡോർ ഇട്ട് പോവാം. ഹീറോയിനോട് പറയാം, തിരിഞ്ഞ് നോക്കടി. എന്താ തിരിഞ്ഞ് നോക്കാം പറഞ്ഞ് ഷോക്കായിരുന്നു. ഷുഗറായിരുന്നു. ഹായ് എന്ന് പറയുന്നു. എന്താ സർ, നീ സിംഗിളാണോ? സിംഗിളാണോ സാർ, എന്താ പ്രശ്നം? ഷുഗർ പറയുന്നു, മാർമി. ഷുഗർ റിങ് വന്ന് വെച്ചായിരുന്നു. അല്ല മാർമി എന്നെ ഷുഗർ പ്രപ്പോസ് ചെയ്തു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ സാർ അത് എന്ന് പറഞ്ഞ് ഹീറോ ഇതാക്കായിരുന്നു. ഷുഗറിനോട് ഷോക്കായിരുന്നു ഹീറോ. അതൊക്കെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു ഷുഗർ. ഇത് ഷുഗർ, അതെ ഷുഗറുടെ ഫ്രണ്ടിക്ക് ഷോക്കായിരുന്നു. കോൺഗ്രസ് എന്ന് ഹീറോ തയങ്ങിയിട്ട് ഇങ്ങനെ ഹീറോയിനെ കൈ പിടിച്ച് ഷുഗർ കിട്ടി. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഇങ്ങനെ കുറച്ച് ഡേറ്റ് ചെയ്ത് അങ്ങനെയായിട്ട് ഷുഗറാണ് തിരിച്ചിട്ട് പറയാൻ തുടങ്ങി. അതെ ഹീറോയിന് ശരി ഡാഡിനോട് ഷുഗർ നടന്ന കാര്യം ഹീറോ വീട്ടിൽ കോൾ ചെയ്ത് പറഞ്ഞു. ഹീറോയുടെ മമ്മി ഡാഡിനോട് പറഞ്ഞു. ഷുഗർ മമ്മി ഡാഡി ശരി ഓക്കെ അമ്മ, ഞങ്ങൾ ഇന്ത്യക്ക് പോയിട്ട് ഇനി മമ്മിയുടെ കേൾക്കാം, നീ ഇപ്പോൾ പോയിക്കോ എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോ അതെ ഇപ്പോൾ വേണ്ട, കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. ഇല്ലമ്മ നീ പോയിക്കോ എന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. ഷുഗർ ബിസിനസ് ട്രിപ്പുണ്ട്, അത് കഴിഞ്ഞായിട്ട് കുറച്ച് ബിസിനസ് ട്രിപ്പ്, ആ ട്രിപ്പ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വരാം എന്ന് ഹീറോയിനോട് പറഞ്ഞു. ഹീറോയിനെ അയച്ചായിരുന്നു. ഹീറോയിൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയൊക്കെ അയച്ചായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. നടന്ന കാര്യം മമ്മിയുടെ ഡാഡി പറഞ്ഞു. മമ്മിക്ക് ഡാഡിക്ക് ഷോക്കായിരുന്നു. എന്ത് ആക്ടറാണോ? അതെ മാം, നല്ല ഷുഗറിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് വേണം ചെക്ക് ചെയ്ത്. അങ്ങനെ ഷുഗറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഹീറോയിൻ്റെ ഡാഡി ചെക്ക് ചെയ്ത്. അതുമാത്രമല്ല സീക്രട്ട് ഒരു കാര്യമുണ്ട്, ഹീറോയിൻ്റെ ഡാഡി ഒരു ഹാക്കറാണ്. ഷുഗർ ഡാഡി മൊത്തം ഡീറ്റെയിൽസ് ഹാക്കിങ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഹീറോയ്ക്ക് ചേട്ടനുണ്ടെന്ന് ചേട്ടനോട് പറഞ്ഞതായിരുന്നു. ചേട്ടനെ ഹാക്കിങ് പഠിച്ചായിരുന്നു. എന്നെ ഹീറോയിൻ ചേട്ടൻ ഹാക്ക് ചെയ്ത് മൊത്തം ഡീറ്റെയിൽസ് അറിഞ്ഞായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു ഹീറോയിൻ വെച്ചാൽ. അങ്ങനെയായിട്ട് വീണ്ടും വന്നായിരുന്നു അങ്കിൾ വന്ന് പറയായിരുന്നു, എൻ്റെ കയ്യിൽ ഒരു ചെക്കനുണ്ട്, ഇവൻ്റെ പേര് വിജയ് എന്ന്, ഇവൻ നല്ല ചെക്കനാണെന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. വിജയ് പറഞ്ഞ ഹീറോയിൻ്റെ അച്ഛനെ കോഡ് അറിയും, അവൻ നല്ല ചെറ്റനല്ല ഓൾറെഡി അറിയും ഓടുന്നു. അങ്ങനെ പറഞ്ഞ ഹീറോയിൻ്റെ അച്ഛൻ മുറച്ചിലായിരുന്നു അയച്ചായിരുന്നു. അങ്കിൾ പേടിച്ച് പോയിരുന്നു. ഇനി എൻ്റെ മോക്ക് ഓൾറെഡി പൊതു വന്നിട്ടുണ്ട്, സോറിപ്പാ എന്ന് പറയായിരുന്നു. അതായത് വിജയൻ അങ്കിളുടെ പേര് രാഘുൽ സിംഗ് എന്ന് പറയായിരുന്നു. അതേക്കുറിച്ച് രാഘുൽ സിംഗ് പറഞ്ഞാൽ ഹിന്ദിയാണ്. അത് അമ്മ ഹിന്ദി, അച്ഛന് ഹിന്ദു. അതുകൊണ്ട് അല്ല ഇന്ത്യൻ ബോയ്, കേരള ബോയ്, ലവ് മാരേജ്. അതുകൊണ്ട് ഇന്ത്യയിൽ അങ്ങനെയായിട്ട് ശരി ഓക്കെ ആ ടെൻഷനിലായിട്ട് അങ്കിൾ ഇവിടെ ഒന്ന് പോയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് കുറച്ച് ഡേയ്സ് പോകും. ഹീറോയുടെ വീട്ടിലൊക്കെ അവർക്ക് വന്നിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് നടന്നു. അങ്ങനെ വീട്ടുകാർ സംസാരിച്ചു. ശരി ഓക്കെ മാരേജ് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നല്ലൊരു മാരേജ്, അതിന് തക്കതൊക്കെ മാരേജ് എൻഗേജ്മെൻ്റ് ആയി. കുറച്ച് നാൾ വീണ്ടും പോയായിരുന്നു. ശരി ഞങ്ങൾ ഇനി വരാം എന്ന് പറഞ്ഞു. അവർ എൻഗേജ്മെൻ്റ് ആയ ഹീറോയിൻ അവർ പോയി. നല്ല ദിവസം മാരേജ്. അങ്ങനെ അവിടെ പോയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് തുടങ്ങി. ശരി ഷുഗർ പറയായിരുന്നു. ശരി എന്ന് പറയാം. അതിന് കുറച്ച് ബിസിനസ് ഉണ്ട്, അതെല്ലാം സെറ്റിലായി. ഇപ്പം ഹീറോയ്ക്ക് ഫങ്ഷൻ നല്ല ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് വീടെല്ലാം പിങ്ക് ആവുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു, കറക്റ്റ് ഇതുപോലെ മച്ചി എന്നെ പറയാം. ഹീറോയ്ക്ക് വീടെല്ലാം ചോന്നായി പൊടി അങ്ങനെ പറയേണ്ടതെന്ന്. അതിനിപ്പോൾ രാവിലെ ഹീറോയിൻ മണ്ഡപത്തിലെത്തി. അങ്ങനെ ഷുഗർക്ക് ഹീറോയ്ക്ക് മാരേജ് നടന്നായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് നന്നായിട്ട് നടന്നു. അതുമാത്രമല്ല ഇന്ത്യൻ സൈസ് മാരേജ് നടന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ അതെ ഷുഗർ പറയായിരുന്നു. അങ്ങനെയായിട്ട് ഫുള്ള് ഡിസൈനായിട്ട് മാരേജ്, ഇന്ത്യൻ സൈസ് മാരേജ് മൊത്തം ഇപ്പം കൊറിയൻ സൈസ് മാരേജാണ്. ഈ ഫോട്ടോ കാണാൻ മതി ഷുഗർ ചെയ്തിരുന്നു. ഓൾറെഡി ഇതേ ഡിസൈനിൽ ഞാൻ എന്നെ മീറ്റ് ചെയ്ത് അത് മതി ഉണ്ടാവും. കുറച്ച് വേറെ ഫുൾ ലൈറ്റ് നല്ല സ്റ്റൈൽ ഹാർട്ട് ഷേപ്പ് എല്ലാം ഉണ്ടാക്കി വേറെ ഡിസൈനായി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. പിന്നെ കൊറിയൻ സൈസ് മാരേജ് കൺഗ്രസ് പറയായിരുന്നു. ഹീറോയ്ക്ക് വിഷമായിരുന്നു. അങ്ങനെയായിട്ട് എൻ്റെ മാരേജ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷുഗർ കൺഗ്രസ് പറയായിരുന്നു. അതെ ഹീറോയിൻ്റെ ഷുഗർ മിയ വരുന്നിട്ടാണ്. എന്താ എനിക്ക് ട്രിബിൾസ് ആണെന്ന് ഷുഗറിൻ്റെ പറയുമ്പോൾ ഷോക്കായിരുന്നു. കൺഗ്രസ് പറയായിരുന്നു. താങ്ക് യു എന്ന് പറയായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി നന്നായിട്ട്. ഇപ്പം മാരേജ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഹീറോയിച്ചിട്ട് പറയായിരുന്നു. ഷുഗർ സീക്രട്ട് പറഞ്ഞായിരുന്നു. ഞാനൊരു മാഫിയാണ്, സീക്രട്ട് മാഫിയ. ഷുഗർ പറയാനായിട്ട് ഷോക്കായിരുന്നു. ശരി ഓക്കെ എന്ന് അങ്ങനെയായിട്ട് ഹീറോയിൻ ജോളിയായിട്ട് നല്ല കാര്യം മാത്രം ഷുഗർ ചെയ്യാൻ പറഞ്ഞിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഡേയ്സ് പോകുന്ന ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ബേബീസ് കൂടെ ജോളിയായിട്ടൊക്കെ അങ്ങനെ ഹീറോയും ബേബീസിൽ വളർന്നു. ഇങ്ങനെ ഇന്ത്യയൊക്കെ വന്നിരുന്നു. എൻ്റെ ഒരു മമ്മിയുടെ പറയായിരുന്നു.
പിന്നെ ബേബീസ് മോം എന്ന് പറഞ്ഞ ഹീറോയിനെ ടോർച്ചർ ചെയ്യാൻ എന്താ പറ്റി മമ്മി എന്താ ചെയ്തത് നോക്കൂ എന്ന് പറഞ്ഞ് അതെ ഹീറോയ്ക്ക് ബേബീസ് ഇപ്പോൾ ബേബീസ് 7 ബേബീസ് ഒക്കെ ജനിച്ച ഹീറോയും മുറിക്കാണ് ഷുഗാനെ അതുകൊണ്ട് ഹീറോയും മുറക്കി നോക്കായിരുന്നു ഷുഗാൻ്റെ എന്താ ഈ മുറക്കിനെന്ന് ഷുഗ കേട്ടായിരുന്നു ആ ഏഷ് അതുകൊണ്ട് ഹീറോയ്ക്ക് എത്ര ബേബി തന്നെ നമുക്ക് ഗേൾ ബേബി ബോയ് ബേബി കണക്ക് കൂട്ടാം അതെ ഹായ് അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് 4 ബോയ് ബേബി 3 ഗേൾ ബേബിയാണ് ഷോക്കായിരുന്നു നോക്കായിരുന്നു ബേബീസ് വേറെ മോം ഡാഡ് ഫസ്റ്റ് ബോയ് ബേബി ലാസ്റ്റാണ് ഗേൾ ബേബി ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് ബേബീസ് നല്ല പഠിക്കുകയാണ് ബേബീസ് ഓരോ നാളും പഠിക്കും ഡാഡി ഞാൻ ഇത് പഠിക്കുന്നതെന്ന് അതിനകത്ത് ഫസ്റ്റ് ബേബി പറയും ഡാഡി ബിസിനസ് ഞാൻ നോക്കിയോളൂ ഡാഡി എന്നെ ഓരോന്നാളും ഓരോന്ന് കോസ്റ്റ് എടുത്താണ് ഹീറോയെ ചിരിച്ച് നോക്കായിരുന്നു അതെ മമ്മി അങ്ങനെ ഗേൾസ് ബേബി പറയായിരുന്നു മോം ഫസ്റ്റ് ബോയ് ബേബി ബിസിനസ് നോക്കാം രണ്ടാമത്തെ ബോയ് ബേബി പറയായിരുന്നു ഞാൻ ഐഡൽ കമ്പനി റൺ ചെയ്യാം മൂന്നാമത്തെ ബോയ് ബേബി പറയായിരുന്നു ഡോക്ടർ ആകാൻ പോവാം നാലാമത്തെ ബേബി പറയായിരുന്നു ഞാൻ എഞ്ചിനീയർ ആകാൻ പോവാം ഗേൾ ബേബി പറയായിരുന്നു ഞാൻ ഫാഷൻ ഡിസൈനർ ഫസ്റ്റ് ഗേൾ ബേബി രണ്ടാമത്തെ ഗേൾ ബേബി ഞാൻ ആക്ടർ മൂന്നാമത്തെ ബേബി പറയായിരുന്നു ഞാൻ എന്താണ് ഞാൻ മോം ഗേൾ പറയായിരുന്നു ഗേൾ ബേബി അല്ല മൂന്നാമത്തെ ഗേൾ ഞാൻ ചെഫ് പഠിക്കുക അങ്ങനെ ഓരോന്ന് ബേബി ഓരോന്ന് പഠിക്കുന്ന പറയായിരുന്നു ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഗേൾ ബേബി ഓരോ ഫാഷൻ ഡിസൈനർ ആക്ടിങ് ഓരോന്ന് ഗേൾ ബേബി അതിന്ന് പഠിക്കാൻ പറയാം അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു ബേബി കൂടി ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയായിട്ട് ബേബീസ് ഓരോന്ന് പഠിക്കാൻ ബുക്ക് എടുത്തോണ്ട് വന്ന് പഠിക്കാൻ തുടങ്ങി ഹീറോയ്ക്ക് അത് കൈ വെക്കായിരുന്നു എന്താണ് പറയുന്നടാ ഫസ്റ്റ് ബോയ് ബേബി പറയുന്നു ഡാഡിയുടെ ബിസിനസ് പഠിക്കാം അത് മാത്രമല്ല ഞാനൊരു മാഫിയാൻ പോവാം എന്ന് പറയാം ഹീറോ തല കൈയൊക്കെയായിരുന്നു എന്താ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോ തല കൈയൊക്കെ ഗേൾ ബേബി എല്ലാ ബേബീസ് പറയാം ഞങ്ങളൊരു മാഫിയ ആയിട്ടിരിക്കും അത് മാത്രമല്ല സീക്രട്ടിൽ ഞങ്ങൾ മാഫിയ ആയിട്ടിരിക്കും 7 ബേബി ഒച്ചത്തിൽ പറയാം ഹീറോ തല കൈയൊക്കെ ആയിരുന്നു ഇത് കേട്ട് ഹീറോ ഷുഗർ നോക്കി ചിരിക്കുകയായിരുന്നു എന്നിട്ട് ഹാപ്പി എൻഡിങ് സ്റ്റോറീസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാടാ ബൈ ബൈ